സീഡിറ്റിൽ നിന്നും യാതൊരു മുന്നറിയിപ്പും കൂടാതെ 228 ഉദ്യോഗാർത്ഥികളെയാണ് പിരിച്ചുവിട്ടത്. ഇവർക്ക് പിരിച്ചുവിടുന്നതിനോടനുബന്ധിച്ച് ഒരു മുന്നറിയിപ്പും ഇവർക്ക് നൽകിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ മെയ് 1 മുതൽ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിരിച്ചുവിടൽ നടപടിയിലേക്ക് കടന്നത്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സമരവുമായി ഇവരിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. എന്തായിരുന്നു ഈ പിരിച്ചുവിടലിലെ കാരണം? പ്രത്യേകിച്ച് കാരണം എന്ന് പറയാനൊന്നുമില്ല. യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ടാണ് നമ്മൾ പിരിച്ചുവിട്ടത്. കഴിഞ്ഞ 15 വർഷത്തിലധികമായിട്ട് സീഡിറ്റിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ പെട്ടെന്നൊരു ദിവസം 30-ാം തീയതി വന്നിട്ട് വൈകിട്ട് 4:30, 4:45 സമയത്ത് നിങ്ങളിനി വരണ്ട ജോലിക്ക്, മതി, നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയ് 1-ാം തീയതി മുതൽ നമ്മളിവിടെ സമരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ സാലറിയിൽ ഒരു ആനുകൂല്യങ്ങളും ഇല്ലാതെ സീഡിറ്റിൽ ജോലി ചെയ്ത് വരുവാണ്. അപ്പോൾ അവർ പെട്ടെന്ന് വിളിച്ചിട്ട് പറയണു, പിന്നെ പോവണ്ട, നിങ്ങൾ ഇനി വരണ്ട, നിർത്തി, നിങ്ങളുടെ സേവനം നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും കഴിഞ്ഞ 55-56 ദിവസത്തോളമായി നമ്മളിവിടെ സമരം ചെയ്യുന്നു. പക്ഷേ ആരും നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയോ, ഒരുപാട് നമ്മുടെ യൂണിയൻ വഴിയാണെങ്കിലും ATC വഴിയാണെങ്കിലും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. തികച്ചും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സർക്കാർ ഇവിടെ എടുത്തത്. 228 കുടുംബങ്ങളാണ് അനാഥമായത്. മെയ് മാസമായിരുന്നു സമരം തുടങ്ങിയത്. ഇത്രയും ദിവസമായിട്ടും ഇവരെ ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സർക്കാർ ഈ അനീതി ഇവരോട് കാണിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമാണ്. വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ ഈ ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇവർക്ക് നീതി വേണം. ഈ ഒരു നിലപാടുമായി തുടരുകയാണെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. തിരുവനന്തപുരം.